സോളാർ അഴിമതിയിൽ നിർണായക തെളിവുകൾ നാളെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുമെന്ന സരിതയുടെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ മാണി അമിത്ഷാ കൂടിക്കാഴ്ച. ബാർ ഹോട്ടൽ അസോസിയേഷൻ പിളരുന്നു. ബാർ ഓണേഴ്സ് അസോസിയേഷൻ പിളരുമ്പോൾ സമകാലീന കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികൾ. സോളാർ അഴിമതിയിൽ നിർണായകമായ തെളിവുകൾ നാളെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുമെന്ന് സരിത നായർ. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് കെ ബാബുവിന്റെ രാജി സ്വീകരിച്ചില്ല? കെ മാണി മന്ത്രിസഭയിലേക്ക് വരാനുള്ള ചർച്ചകൾ ആരംഭിച്ചു. അതോടൊപ്പം മാണി അമിത്ഷാ കൂടിക്കാഴ്ചയും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകുമ്പോൾ ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിൽക്കുന്നതിനിടെ ബാർ ഹോട്ടൽ അസോസിയേഷൻ പിളരുകയും ചെയ്തു. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ അതിഥികളായി ഭാസുരേന്ദ്ര ബാബു, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണൻ, വി സുരേന്ദ്രൻ പിള്ള, അഡ്വക്കേറ്റ് നീലലോഹിദാസൻ നാടാർ, അതോടൊപ്പം തന്നെ പി പി ജെയിംസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. സോളാർ കേസിൽ നാളെ നിർണായക തെളിവുകൾ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുമെന്ന് സരിത. അതോടൊപ്പം തന്നെ ബാർക്കോഴയിൽ കെ ബാബുവിൻ്റെ രാജി ഗവർണർക്ക് അയക്കാതെ കയ്യിൽ വച്ചിരിക്കുകയും ബാബു മന്ത്രിസഭയിൽ തുടരും എന്ന തീരുമാനം വരുമ്പോൾ വരുന്ന ബജറ്റ് കെ എം മാണി തന്നെ അവതരിപ്പിക്കുന്ന തരത്തിലാണ് നീക്കങ്ങൾ UDF-ൽ നടക്കുന്നതെന്ന വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം മാണി അമിത്ഷാ കൂടിക്കാഴ്ച, അതിൻ്റെ രാഷ്ട്രീയ അന്തർനാടകങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? ഈ വിഷയം പരിഗണിക്കുമ്പോൾ ആദ്യം ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഏറ്റവും പുതുതായി നാളെ ഒരു നിർണായക ദിവസം എന്നാണ് സരിത പറയുന്നത്. ആവർത്തിച്ചുള്ള വെല്ലുവിളികൾക്ക് മറുപടിയുമായി സോളാർ കമ്മീഷന് മുന്നിൽ നിർണായക തെളിവുകൾ നാളെ ഹാജരാക്കും. ഇതുവരെയുള്ള തെളിവുകൾ സോളാർ കമ്മീഷന് വന്നത് നാം പരിശോധിച്ചു കഴിഞ്ഞതാണ്. ഇനിയും സരിത ഭയപ്പെടുത്തുന്നത് ആരെയാണ്? ഏതൊക്കെ തരത്തിലായിരിക്കും നാളത്തെ തെളിവുകൾ? അത് ഇതുവരെ ഉണ്ടായതിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? അല്ല, ആത്മരക്ഷയുടെ അവസാന വണ്ടിയാണ് സരിതയെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. ഈ കമ്മീഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപക്ഷെ സത്യമോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാനുള്ള താല്പര്യമോ അതിനി സാധ്യമല്ല. മറ്റൊന്ന്, അവർ ഇതുവരെ വെളിവാക്കിയതുപോലെയാണെങ്കിൽ, പറഞ്ഞതൊക്കെ ഇതുവരെ ഓറൽ എവിഡൻസാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇനി ഡോക്യുമെൻ്ററി എവിഡൻസ് തന്നെയുണ്ട്, അത് നൽകും എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അപ്രകാരമൊന്നും സംഭവിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വളരെ പെട്ടെന്ന് ഇത്തരം പുകമറകൾ സൃഷ്ടിക്കുക അസാധ്യമായി തീരും എന്ന് നമുക്കറിയാം. തിരിച്ചു വരാം. ആ അസാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ സോളാറിനൊപ്പം ഏറ്റവും പ്രാധാന്യമുള്ള ആണ് ബാർ അഴിമതി. യു തിലകൻ, ബാർ ഓണേഴ്സ് അസോസിയേഷൻ നേതാവ്. ശ്രീ തിലകൻ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ തിലകൻ, താങ്കൾ ലൈനിലുണ്ടോ? അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും ഈ സോളാറുമായി ബന്ധപ്പെട്ട് നാളെ നിർണായകമായ വിഷയങ്ങൾ വരുന്നതോടൊപ്പം തന്നെ ഭാസുരേന്ദ്ര ബാബു, ബാർ ഹോട്ടൽ അസോസിയേഷൻ പിളർന്നിരിക്കുന്നു. അവിടെ ഏറ്റവും ശ്രദ്ധേയമായി ഇന്നെടുത്ത തീരുമാനത്തിൽ പ്രധാനം, മുൻ നേതാക്കൾ പിരിച്ച പണത്തിന്റെ കണക്കുകൾ ആവശ്യപ്പെടും. സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷനിൽ കക്ഷി ചേരുന്നതടക്കമുള്ള നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകും. 2 കേസുകളാണ് പരിശോധിക്കുന്നത്. സരിതയുമായി ബന്ധപ്പെട്ട് സോളാറിനെ പരിഗണിക്കുമ്പോൾ തന്നെ അതോടൊപ്പമോ അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടോ ബാർ നിൽക്കുന്നു. രണ്ടും ഒരു സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളെയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. തികച്ചും വിചിത്രമായ 2 വഴികളിലൂടെ ഒരു പ്രത്യേക രീതിയിൽ 2 തരം അഴിമതി കഥകളുടെ ഒരു സംയോഗമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത് തമ്മിൽ ചേരുമ്പം അതിൻ്റെ ഏറ്റവും സരസമായ വശം, ഇത് എങ്ങനെയൊക്കെ ആയാലും 4 കാലിൽ അത് വീഴുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായി തന്നെ 2ൻ്റെയും കുന്തമുന തിരിയുന്നു എന്നതാണ്. ഇവിടെ നാം പരിശോധിക്കേണ്ടത്, ബാർ അസോസിയേഷൻ്റെ സംഘടന പൊളിഞ്ഞു എന്ന് പറയുന്നത് എന്താ പറയുക, അത് പിളർന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്നാണല്ലോ എൻ്റെ സംഘടനയുടെ പേര്. ബാറില്ലാത്തപ്പോൾ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. ആ ചോദ്യത്തിന് ഉത്തരം തന്നെ യു തിലകൻ പറയും. ശ്രീ തിലകൻ, താങ്കളുണ്ടോ ലൈനിൽ? ശ്രീ തിലകൻ, ഹലോ, താങ്കൾക്ക് കേൾക്കാമോ? ഇതിപ്പോ ശിവൻകുട്ടി MLA ആണ്. ശ്രീ ശിവൻകുട്ടി MLA, താങ്കളുടെ ഷെഡ്യൂളാണ് അത് ഇന്ന് നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് 8:30 മണിയാകുമ്പോൾ താങ്കളുമായി ബന്ധപ്പെടുന്നതാണ് ആ വിഷയം പരിഗണിക്കാനായി. താങ്കളിലേക്ക് വരാം. യു തിലകനിലേക്ക് വരുമ്പോൾ തന്നെ ഭാസുരേന്ദ്ര ബാബു, ഇത്തരം സാഹചര്യങ്ങളിലെ പ്രസക്തി അത് ഏതു തരത്തിലാണ് കാണേണ്ടത്? ഞാൻ പറഞ്ഞതുമാതിരി
നാളെ ദിവസം പ്രധാനമായി തീരുന്നത് സരിതയുടെ വെളിവാക്കലുമായി ബന്ധിപ്പിച്ചാണ്. എങ്ങനെയൊക്കെ ആയാലും ഒരു വശത്ത് സരിതയും മറുവശത്ത് മുഖ്യമന്ത്രി നിൽക്കുമ്പം ഷിബു ബേബി ജോൺ ചോദിക്കുന്നത് മാതിരി ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? സരിതയല്ലല്ലോ, മുഖ്യമന്ത്രി ആണല്ലോ എന്ന്. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡിപ്പോസിഷൻ പരിശോധിച്ചാൽ പൂർവാപര വിരുദ്ധതകൾ നിറഞ്ഞിരിക്കുന്നു. സരിതയാകട്ടെ കണക്കും കയ്യും വെച്ച് എത്ര തവണ കണ്ടു, എങ്ങനെയൊക്കെ കണ്ടു, എത്ര പണം കൊടുത്തു, എങ്ങനെയൊക്കെ കൊടുത്തു, വളരെ കൃത്യമായിട്ടാണ് അവരുടെ തെളിവുകൾ വരുന്നത്. ഇതിനു മുമ്പ് നാം കേട്ട അവർ തന്നെ ഉണ്ടാക്കിയ ലക്കൂണകൾ അതൊക്കെ ഫില്ല് ചെയ്ത് പോകുന്ന തരത്തിൽ, സെറ്റ് ചെയ്ത് പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ കൃത്യമായും അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിലാണ് സരിതയുടെ തെളിവുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികഗതിയിൽ ഇപ്പോൾ വിശ്വാസത്തിൽ എടുക്കപ്പെടുന്നത് സരിതയാണ്, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുഖ്യമന്ത്രി അല്ല. ഇതാണ് അവസ്ഥ. ഇതുകൊണ്ട് നാളെ എന്ത് വരുന്നു സരിതയുടെ നാവിൻ തുമ്പത്തുനിന്ന്, അത് വളരെ പ്രധാനമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാവി രാഷ്ട്രീയ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ. അതാണ് ഒരു വശം. മറുവശത്ത് ബാറിൻ്റെ സംഭവത്തിനകത്ത് വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ 20 മുതൽ 25 കോടി രൂപ വരെ പിരിച്ചിട്ടുണ്ട്. അതേ സംബന്ധിച്ച കണക്കുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആ കണക്കുകൾ പൊരുത്തപ്പെടുന്ന രീതിയിൽ പഴയ സംഘടനാ നേതാക്കൾക്ക് ഒന്നും നൽകാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടും. ഇതും പുതിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് UDF പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു, പരിഹാരം പ്രശ്നമാകുന്നു എന്ന നിലയ്ക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അവിടെ വി സുരേന്ദ്രൻപിള്ള, ഇത്തരം സാഹചര്യങ്ങളിൽ നാം ഏറ്റവും കണ്ടിട്ടുള്ളത് രാജി ആവശ്യം. അത് രാജി വയ്ക്കുന്നതും വയ്ക്കാതിരിക്കുന്നതും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തത്തിൽ ഒരാൾക്ക് രാജിവെക്കാൻ കഴിയുമോ? അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ധാർമ്മികത ഈ നിമിഷമെങ്കിലും ഭാസുരേന്ദ്ര ബാബു പറഞ്ഞു വെക്കുന്നതിനെ ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ആവശ്യകത ഏതെങ്കിലും തരത്തിൽ പ്രസക്തമാണോ സമകാലീന കേരള രാഷ്ട്രീയത്തിൽ? ഇല്ല, ഇതിപ്പോൾ ഈ രാജി എന്ന് പറയുന്നത് ധാർമ്മികതയുടെ പേരിൽ ബാബു രാജി കൊടുത്തു, മുഖ്യമന്ത്രി ആ രാജി മനഃപൂർവ്വം പോക്കറ്റിലിട്ടുണ്ട് നടന്നു. അതാണല്ലോ യാഥാർത്ഥ്യം. അതിനകത്ത് ആരുടെ ധാർമ്മികത, ആര് എവിടെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കേരളത്തിലെ ജനം കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബാബു രാജി കൊടുത്തെങ്കിലും മുഖ്യമന്ത്രി 6 ദിവസമാണത് കൊണ്ടു കിടന്നത്. എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ആ രാജി കൊണ്ടു കിടന്നത്? KM മാണി രാജിവെക്കാൻ 1 മണിക്കൂർ വൈകിയപ്പോൾ അദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് ശക്തമായ താക്കീത്, തിട്ടൂരം കൊടുത്തയാളാണ് മുഖ്യമന്ത്രി. അതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് വന്നപ്പോഴാണ് രാജി ബാബു സ്വന്തമായി കൊണ്ടു കൊടുത്ത ആ രാജി വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് 6 ദിവസം മുന്നോട്ട് കൊണ്ടു നടന്നു. ഇവിടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയും ബാബുവിൻ്റെ ധാർമ്മികതയും കേരളത്തിലെ ജനങ്ങൾ ഏത് അളവ് കുലച്ച് അളക്കണമെന്നാണ്. എങ്ങനെ അളക്കും ഇത്? ആർക്കാണ് ഇതിനകത്ത് ധാർമ്മികത ഉള്ളത്? ധാർമ്മികത 2 പേർക്കും ഇക്കാര്യത്തിലുള്ള. രാജി പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ ബാബുവിൻ്റെ ധാർമ്മികത അതോടെ തീർന്നില്ലേ? ആ ചോദ്യം നിൽക്കുമ്പോൾ തന്നെ യു തിലകൻ താങ്കൾക്ക് കേൾക്കാമോ? താങ്കളെ വിടാതെ ഞങ്ങൾ പിന്തുടരുകയാണ്. ഒരു 3ാമത്തെ പ്രാവശ്യമാണ് താങ്കളെ ടെലിയിൽ ബന്ധപ്പെടുന്നത്. ഒരു 15 മിനിറ്റ് സമയമാണ് മറ്റൊരു ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞതും. കേൾക്കാമല്ലോ. ഇന്നത്തെ പ്രധാന തീരുമാനം എന്തായിരുന്നു ശ്രീ തിലകൻ? ഇന്ന് ഞങ്ങള് പ്രധാന തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയിലുള്ള കുറച്ച് അനിശ്ചിതത്വത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തൊരു യോഗമായിരുന്നു. ആ അനിശ്ചിതത്വം നീക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. അതിൽ ഭൂരിപക്ഷം ആളുകളും നിലവിലുള്ള സംഘടനയുടെ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു സംഘടന വേണം എന്നുള്ള ആവശ്യക്കാരായിരുന്നു. എന്താണ് ആ പ്രതിസന്ധി ശ്രീ തിലകൻ? എന്താണ് ആ പ്രതിസന്ധി? എന്തുകൊണ്ടൊരു പുതിയ സംഘടന? പ്രതിസന്ധി നിലവിലുള്ള നേതൃത്വത്തിന് ഇപ്പോഴത്തെ വന്ന ബാർ അല്ലെങ്കിൽ മദ്യ വ്യവസായത്തിൽ വന്ന ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അപ്പൊ ആ നിലവിലുള്ള പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള മുഴുവൻ പഴയ ബാർ ഓണേഴ്സുകൾ, നിലവിലുള്ള ബീർ ആൻഡ് വൈൻ പാർലറുകൾ നടത്തി വരുന്ന മുഴുവൻ ആളുകളും ആശങ്കയിലായിരുന്നു. ആ ആശങ്കയിൽ നിന്ന് ഞങ്ങൾ ഒരു പുതിയ ഒരു പാത തെളിയിക്കുന്നതിന് വേണ്ടി ഉടലെടുത്ത് അതിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ തികഞ്ഞ പരാജയമെന്നാണോ വിലയിരുത്തൽ? നിലവിലുള്ള പ്രതിസന്ധി തരണം ചെയ്യുന്ന കാര്യത്തിൽ അവർ പരാജയമാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെ കാര്യങ്ങളിൽ? എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിന്റെ നേതൃത്വത്തിൽ വന്ന
അഭിപ്രായ വ്യത്യാസവും അംഗങ്ങളിലുള്ള ആശയക്കുഴപ്പവും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കോഴയും പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു കണക്കോ വിവരമോ ആളുകളിൽ മെമ്പർമാരിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾക്ക് അതിനുള്ള ഒരു സംശയത്തിന് മറുപടി പറയാനോ സാധിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കേണ്ടി വന്നത്. അതായത് തിലകൻ, ലീഗൽ എയ്ഡ് അടക്കം മറ്റു പല കാര്യങ്ങളിലും പിരിവ് നടന്നിട്ടുണ്ട് വ്യക്തമായി. അത് എല്ലാ അംഗങ്ങളിൽ നിന്നും പിരിവെടുത്തിട്ടുണ്ടോ ഈ നേതൃത്വം? എങ്ങനെ? എല്ലാ അംഗങ്ങളിൽ നിന്നും, അതായത് ബാർ ഉടമകൾ, കേരളത്തിന്റെ മുഴുവൻ ബാർ ഉടമകളിൽ നിന്നും പിരിവെടുത്തു ഈ നിലവിലെ നേതൃത്വം? അതിലിപ്പോ 100% ആളുകൾ സഹകരിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വ്യക്തത ഇല്ല. എങ്കിലും വ്യക്തതയുള്ളത് എത്രമാത്രമാണ് ശ്രീ തിലകൻ? എന്തായാലും നമ്മുടെ ഒരു അറിവ് വെച്ച് ഒരു 75% മെമ്പർമാർ ഇതിൽ സഹകരിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ സം എത്രയാണ് പിരിച്ചെടുത്തത്? അതൊക്കെ ഇപ്പൊ നമ്മളിൽ ഒരു ആശയക്കുഴപ്പമുള്ള കാര്യങ്ങളാണ്. അത് നേതൃത്വമാണ് അതിന്റെ കണക്ക് പറയേണ്ടത്. എന്തുകൊണ്ട് ഈ നേതൃത്വത്തിന് ഈ കണക്കുകളൊന്നും കൃത്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കിപ്പോ അതിലൊക്കെ ഒരു വ്യക്തമായ മറുപടി നമ്മുടെ മെമ്പർമാർ ചോദിക്കുമ്പോൾ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ യോഗം വിളിക്കാനുണ്ടായ പ്രസക്തി. ആ സാഹചര്യങ്ങളെ പുതിയ സംഘടന എങ്ങനെ അഡ്രസ് ചെയ്യും ശ്രീ തിലകൻ? ആ സാഹചര്യങ്ങൾ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കണക്കുകള് നമ്മളിപ്പോ വിളിച്ചു ചേർത്ത ആളുകളെ എങ്ങനെ ഓരോരുത്തർ ഏതൊക്കെ സമയത്ത് എത്രയൊക്കെ പൈസ സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു പരിശോധന നടത്തി ആ കണക്കിനുള്ള നിലവിലുള്ള സംഘടനാ നേതൃത്വം അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, എന്തിനു യൂട്ടിലൈസ് ചെയ്തു എന്ന് സ്വാഭാവികമായിട്ടും അംഗങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങളാണ്. അനൗപചാരികമായിട്ടെങ്കിലും പിരിച്ചെടുത്ത തുക എത്ര ശതമാനം എവിടെ എങ്ങനെ വിനിയോഗിച്ചു, രാഷ്ട്രീയ നേതൃത്വത്തിനടക്കം അതെങ്ങനെ പങ്കുവയ്ക്കപ്പെട്ടു എന്ന് ഏകദേശ ധാരണയെങ്കിലും ഉണ്ടോ താങ്കൾ അടക്കമുള്ളവർ? ഇല്ല, അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്നും ഒരു വിവരവും ഇല്ല. ഞങ്ങളാരും അതിൽ ഭാഗവാക്കുമല്ല, ഞങ്ങൾക്ക് അതിൽ ഒരു റോളും ഇല്ല. ഇനിയുള്ള തുടർ നടപടികൾ ഏതു തരത്തിലായിരിക്കും സംഘടനയുടേത്? ഇനിയുള്ള ഒരു സുതാര്യമായ നേതൃത്വത്തെ ഈ സംഘടനയെ ഏൽപ്പിക്കുക. ഇപ്പോ വന്ന ഈ പ്രതിസന്ധി കാരണം ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്ന ഈ വ്യവസായികളുടെ ഇപ്പോഴത്തെ വളരെ ദയനീയമായ അവസ്ഥയെ ഇനി ഇതിനെങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിൽ നിലവിലുള്ള ഭരണകൂടമായാലും വേണ്ടിയില്ല, ഇനി പുതിയ ഭരണകൂടമായാലും വേണ്ടിയില്ല, അതിനു വേണ്ട ആ പ്രതിസന്ധിയെ ഞങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുക. ആ നിലപാട് സ്വീകരിച്ചു പോകുമ്പോൾ നിലവിൽ ഇപ്പോൾ ഈ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, അത് താങ്കൾ അടക്കമുള്ള ഉടമകൾക്ക് എത്രമാത്രം പ്രയോജനകരമായിരുന്നു? ഏതു തരത്തിലാണ് അതിനെ വിലയിരുത്തും? അല്ല, അതിലപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ വ്യവസായത്തിന്റെ മൊത്തത്തില് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സർക്കാരിൽ നിന്നും വന്ന നടപടികളെല്ലാം. ആ പ്രതിസന്ധി വന്ന് ഇപ്പോ അത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് പലരും ഈ വ്യവസായം വിട്ടുപോയി, പലരും തുടങ്ങി വെച്ച കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥയായി, ബാങ്ക് ജപ്തിയായി, പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഈ വക പ്രശ്നങ്ങൾ ഇനിയും അധികാരികളുടെ മുന്നിൽ കൊണ്ടുവരിക, ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും പഴുതുകളുണ്ടോ എന്ന് പരിശോധിക്കുക. വളരെ നന്ദി ശ്രീ തിലകൻ പ്രതികരിച്ചതിന്. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇത്തരത്തിലാണ് വലിയൊരു നയം വരുന്നു, അത് ബെനിഫിറ്റ് ആകേണ്ട കാര്യമാണ്, പക്ഷേ ഒരു തരത്തിലുള്ള പ്രയോജനവും വന്നിട്ടില്ല. പുതിയ സംഘടനകളിലേക്ക് പോകുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കാമെന്നാണ് ശ്രീ തിലകനെ പോലെയുള്ളവർ പറയുന്നത്. KP കുഞ്ഞിക്കണ്ണൻ. ഇപ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഈ സംഭവങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് മാറുകയാണ്. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെയും UDFനെയും കരിതേക്കാനും കല്ലെറിയാനും വേണ്ടി ഉപയോഗപ്പെടുത്തിയ സംഘടനകൾ വളർന്നു പോവുകയാണ്. സോളാർ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ബിജു രാധാകൃഷ്ണനും സരിതയും കൂടി ആരംഭിച്ചു. അവർ രണ്ടുപേരും വളരെ പ്രതിസന്ധിയിലായി, അകൽച്ചയിലായി, രണ്ടു വഴിക്ക് പോയി. ഈ ഇതിൻ്റെ വ്യവസായം തകർന്നു പോയതിൻ്റെ പേരിൽ പ്രതിഷേധമുള്ളവർ കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയെയും ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ അത് രണ്ടും പിളരുകയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു, സത്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് എൻ്റെ പക്ഷം. യെസ് ശ്രീ പി ജെയിംസ്, അത്തരത്തിൽ തന്നെയാണോ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്? നേരത്തെ യു തിലകൻ പറഞ്ഞതനുസരിച്ച് 75% ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചെടുത്തിരിക്കുന്നു. ആ പണം എവിടെ പോയി എന്ന് കണക്കില്ല. ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ ഇന്ന എത്ര കോടികൾ അടക്കമുള്ള കഥകൾ സർവ്വസാധാരണമാണ്. കെ പി കുഞ്ഞിക്കണ്ണൻ വിലയിരുത്തുന്നത് അതിൻ്റെതായ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളും നയങ്ങളുടെയും അടിസ്ഥാനത്തിൽ. ഇതിലൊരു കാര്യം പറയുന്നത്, ഇതിൻ്റെ മെറിറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോവുക. ഈ കൂട്ടപ്പൊരിച്ചിലിൻ്റെ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിൽ നടക്കും. അതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് UDF LDF രാഷ്ട്രീയമുണ്ട്. ഒരു പത്രപ്രവർത്തകർ എന്ന കണ്ണിലൂടെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. UDF രാഷ്ട്രീയം എന്താണ്? LDF ഇപ്പോൾ ലാവ്ലിൻ കേസ് ശ്രീ പിണറായി വിജയൻ യാത്ര ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം ഇത് കൊണ്ടുവന്നു. അതിന് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ആ നേരത്തെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവരുമ്പോൾ അത് പിന്നെ LDF വെറുതെ കണ്ണും പൂട്ടിയിരിക്കും എന്നുള്ള ചിന്ത UDF വേണ്ട. LDF വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിലെ തന്ത്രങ്ങളുടെ ഒരു വലിയ കുരുക്കഴിക്കലാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഉള്ളിൽ നിർത്തുന്ന തന്ത്രങ്ങൾ LDF ഇത് ചെയ്യും. LDF നേരിട്ട് ഇടപെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ആരൊക്കെ ഇടപെട്ട് കളിച്ചാലും അതിൻ്റെ പിന്നിൽ LDF ഒരു പിന്തുണയുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റൊന്നുമില്ല. LDF അങ്ങനെ കളിച്ചില്ലെങ്കിൽ അവർ പ്രതിപക്ഷമല്ല. കാരണം LDF പൊളിറ്റിക്കലായിട്ട് UDF ആദ്യം ടാർഗറ്റ് ചെയ്തത് ലാവ്ലിൻ കേസിലടക്കം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള UDF LDF ഒരു കരുനീക്കങ്ങളുടെ ഭാഗമായിട്ട് കാണാനാണ് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഇഷ്ടം. അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ഒരു മെറിറ്റിലേക്ക് ഞാൻ പോകുന്നത്, തീർച്ചയായിട്ടും ബാർ ഉടമകൾ ദ്രോഹിക്കപ്പെട്ടാൽ, അവരുടെ കട പൂട്ടാൻ ശ്രമിച്ചാൽ അവർ എങ്ങനെയെങ്കിലും പൈസ ഇറക്കി തിരിച്ച് കളിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കളിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു ഇതുമില്ല. UDF ബാർ ഉടമകൾക്കെതിരായ നിലപാടെടുത്തു. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ബാർ ഉടമകളിൽ ഒരു വിഭാഗം സരിത വഴിക്ക് ഇത് മുഴുവൻ കെട്ടഴിച്ചു വിടുന്നതിൻ്റെ പിന്നിൽ അവരുണ്ട്. ബാലകൃഷ്ണ പിള്ളയുടെയും ഗണേശൻ്റെയും PC ജോർജിൻ്റെ പേരൊക്കെയാണ് UDF ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം UDF പ്രതിക്കൂട്ടിൽ നിർത്തുകയും മന്ത്രിസഭയെ അട്ടിമറിക്കുക എന്നുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്ന പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ UDF. അപ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു യുദ്ധമാണ്, രാഷ്ട്രീയമായ യുദ്ധമാണ്. ആ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ നാം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ മദ്യത്തിന്റെ അല്ലെങ്കിൽ ബാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, സോളാർ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ഒരു ധാർമ്മികതയുടെ ഇഷ്യൂവും ഈ രാഷ്ട്രീയത്തിനിടയിൽ നിന്ന് തന്നെ രാഷ്ട്രീയക്കാർ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഇത് വെറുതെ ഒരു പുകമറയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആരാ പറഞ്ഞ പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഇഷ്യൂ ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ ഒരു തരത്തിൽ ഞാൻ സരിതയെ അനുകൂലിക്കുന്നില്ല. കാരണം സരിത ഇതിൻ്റെ ഇടയിൽ അതിപ്പോൾ UDF ആയാലും LDF ആയാലും സരിത ചെയ്യുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കുന്നത്. UDF നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് മാക്സിമം കാശുണ്ടാക്കി. ഇനി LDF ഉപയോഗിച്ചിട്ട് UDF വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും, ബാർ ഉടമകളുടെ കാശ്. അപ്പോൾ അതുകൊണ്ട് സരിത എന്നുള്ളൊരു ഫാക്ടറിനെ പത്രപ്രവർത്തന എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല, സരിത അത് നാളെ കിട്ടിയാൽ LDF ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കിട്ടിയാൽ അതും സരിത ചെയ്യും. സരിതയെപ്പോലെ ഒരു രാഷ്ട്രീയക്കായ ഒരു എന്താ പറയുക, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, സരിതയെപ്പോലെ തട്ടിപ്പുകാരിയെ വെച്ചുകൊണ്ടല്ല നമ്മൾ രാഷ്ട്രീയം വിലയിരുത്തേണ്ടത്. അത് സരിതയുടെ ഇത് നടത്തുന്ന ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ സോളാർ എന്നുള്ള സ്കാമിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അത് ക്ലിയർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും യാതൊരുതില്ല. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് വിധി പറയാൻ ഞാനൊരു ജഡ്ജിയോ ഒരു ലീഗൽ അതോറിറ്റി അല്ല. അത് കമ്മീഷനും ലീഗൽ അതോറിറ്റിയും നിയമവും അതിന് വഴി കണ്ടെത്തട്ടെ, കാലം തെളിയിക്കും ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത്. ഇത്തരം ആ വിധിക്കൊക്കെ നമ്മൾ പോകുന്നതിന് അപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ സരിതയെ കുറ്റം പറഞ്ഞു, സരിതയെ വിശുദ്ധയാക്കുക എന്നുള്ളത് ആർക്കും ആത്യന്തിക. പക്ഷെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ സരിതയെ സൂപ്പർ ഹീറോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ്, എന്തുകൊണ്ട് സരിതയ്ക്ക് സൂപ്പർ പരിവേഷം വരുന്നു? മീഡിയ മാത്രമാണോ? അതിനപ്പുറത്തേക്ക് സരിത വിരൽ ചൂണ്ടുന്നത് ആരെ? ഞാൻ ചോദിക്കുന്നത് സരിതയെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. ഇപ്പോ സരിത തങ്ങളുടെ പേര് പറഞ്ഞാലൊന്ന് പേടിച്ച് പിന്മാറുന്നവരാണ് ഭൂരിപക്ഷം ഇവിടെ. അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയിൽ എത്തിക്കുമ്പോ പണ്ട് സ്മാർത്ഥ വിചാരം നടത്തിയൊരിതുണ്ട്. മറ്റേ താത്രിക്കുട്ടി ആരുടെ പേര് പറയുന്ന അവര് പ്രതിയാ. അതുകൊണ്ട് സരിതയെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ആരെയും ഞാൻ കാണുന്നില്ല. സരിത എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2.5 വർഷമായിട്ട് UDF LDF അത്യാവശ്യം നേതാക്കന്മാരെയൊക്കെ മുൾമുനയിൽ നിർത്തി കാശ് മേടിച്ചുകൊണ്ടിരിക്കുക. കേരളത്തെ മുൾമുനയിൽ നിർത്തുന്ന
ഒരു മൂന്നാംകിട തട്ടിപ്പുകാരിയുടെ കാര്യത്തിൽ ഒരു പത്രപ്രവർത്തന നിലയിൽ ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ടു മച്ച്. അത് LDF-ഉം UDF-ഉം കളിക്കുന്നത് തീ കൊണ്ട് ഉള്ള രാഷ്ട്രീയമാണ്. നീൽ ലോകദാസ് എന്നാണ് ആ തരത്തിൽ ഇപ്പോൾ PP ജെയിംസ് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഒരു രാഷ്ട്രീയം അതിലുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തുകൊണ്ട് സരിത ഇത്തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുമ്പോൾ അവിടെ പരാമർശിക്കപ്പെടുന്ന പേര് സോളാർ കമ്മീഷൻ അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. ആ ലീഗൽ ഐഡന്റിറ്റിയിൽ വന്നു നിന്നിട്ട് സരിതയെ പോലുള്ള ഒരു വ്യക്തിത്വം ക്രിമിനൽ അത്തരം വാക്കുകളൊന്നും ഒരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട എങ്കിൽ പോലും അവിടെ പറയുന്ന പേരുകൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നു, ചാണ്ടി ഉമ്മന്റെ പേര് പറയുന്നു, ആര്യാടൻ മുഹമ്മദിന്റെ പേര് പറയുന്നു. അടുത്ത് ബാർ കോഴയിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതുപോലെ KM മാണിയുടെ പേര് പറയുന്നു, K ബാബുവിന്റെ പേര് പറയുന്നു, VS ശിവകുമാറിന്റെ പേര് പറയുന്നു. എന്തിനേറെ നാലാമനായി രമേശ് ചെന്നിത്തലയുടെ പേരിൽ വന്നു നിൽക്കുമ്പോൾ ഈ വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ എടുത്തു പറയേണ്ട പേര് കോൺഗ്രസിനെ തന്നെ ശ്രീ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രസക്തമാകുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ പേരുകൾക്കപ്പുറം AK ആന്റണിയുടെ പേര് പറയുന്നില്ല? എന്തുകൊണ്ട് ഗണേശന്റെ പേര് പറയുന്നില്ല? എന്തുകൊണ്ട് KB ഗണേഷ് കുമാറിന്റെ പേര് പറയുന്നില്ല? എന്തുകൊണ്ട് PC ജോർജിന്റെ പേര് പറയുന്നില്ല? PC ജോർജിനെ പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ മറ്റു തരത്തിൽ എയ്ഡ് ചെയ്തു എന്നുള്ള, അതിനപ്പുറത്തേക്ക് സഹായം ചെയ്തു, അതിനപ്പുറത്തേക്ക് അഴിമതി. ഇതിപ്പോ ഇപ്പോൾ വരുന്നതല്ലോ, ഇപ്പൊ ശ്രീ PP ജെയിംസ് പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജെയിംസ് പറയുന്നത് പോലെയാണെങ്കിൽ ഭരണപക്ഷക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്നത് മാതിരിയാണ് സരിതയെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഡൈക്കോട്ടമി ഇവിടെ ഇല്ല. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? സരിത ഇഷ്യൂമായി ബന്ധിപ്പിച്ച് ഇവരുടെ ആക്ഷേപങ്ങളൊക്കെ തന്നെ പല നിലവാരത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷവുമായി ബന്ധിപ്പിച്ചല്ല, സ്വാഭാവിക ഗതിയിൽ വന്ന ഒരു സാമ്പത്തിക ആരോപണം. ആ സാമ്പത്തിക ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോഴാണ് വാർത്താ പ്രാധാന്യം. അപ്പം സരിതയെന്നല്ല വാർത്താ പ്രാധാന്യം, മറിച്ച് സരിതയെ മാതിരി ഒന്നുമല്ലാത്ത ഒരുപക്ഷെ ജെയിംസ് പറയുന്ന ഒരു തട്ടിപ്പുകാരി എന്ന് തന്നെ എടുക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അവരും തമ്മിലുള്ള ബന്ധമാണ് സെൻസേഷണൽ ആയിരിക്കുന്നത്. അതാണ് വാർത്ത, അല്ലാതെ സരിതയല്ല വാർത്ത. ന്യൂസ് വന്നേക്കുന്നത് ആരെ കുറിച്ചാണ് സരിത പറഞ്ഞത്? അതാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തെ കുറിച്ച് പറഞ്ഞു. പ്രതിപക്ഷത്തെ കുറിച്ച് എവിടെ പറഞ്ഞതെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. CPM 10 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല. CPM 10 കോടി രൂപ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം കോൺഗ്രസ് 2014 ശേഷം. ഇപ്പൊ അതല്ല, ഉമ്മൻചാണ്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ സരിത നടത്തിയ ഈ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഏറ്റുപറച്ചിലുകൾ, ഓരോരോ തുറന്നു പറച്ചിലുകൾ, അതാണ് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ പ്രശ്നമായിരിക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിനൊക്കെ വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ്. ഇപ്പോൾ സോളാർ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തി. ആ ഉപരോധത്തിൻ്റെ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിക്കും മന്ത്രിസഭയ്ക്കും സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് ഒളിച്ചോടി പോകേണ്ടി വന്നു. ഒളിവിലിരുന്നുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം കൂടി കമ്മീഷൻ നിയമിക്കാൻ തീരുമാനിച്ചത്. അന്ന് ടേംസ് ഓഫ് റെഫറൻസൊക്കെ പ്രതിപക്ഷവുമായിട്ട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ല. പക്ഷേ ആ സമരം പരാജയപ്പെട്ടു എന്ന് ഭരണകക്ഷി അടക്കം പലരും ഇവിടെ കൊട്ടിഘോഷിച്ചു. ആ സമരം വിജയമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീടുള്ള സംഭവങ്ങൾ. കമ്മീഷൻ തന്നെ ടേംസ് ഓഫ് റെഫറൻസ് മാറ്റി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇപ്പോൾ സരിത ഇന്നലെ എന്ത് പറഞ്ഞു, നാളെ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അതുപോലെ ബാർക്കോഴ കേസിനെ സംബന്ധിച്ച് പിന്നെ ബിജു രമേശ് എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, നാളെ ഇനി പുതിയ അസോസിയേഷൻ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ഇതിനകം തന്നെ വളരെ വ്യക്തമായിട്ടുണ്ട് ഉമ്മൻചാണ്ടി കേരളത്തിൽ ഇപ്പോൾ നയിക്കുന്നത് ഒരു കൊള്ളസംഘത്തെയാണ്. ആ കൊള്ളസംഘത്തിലെ ഏതെങ്കിലും ആളുകൾ വിട്ടുപോകുന്നത്, മാണി വിട്ടുപോയത് പോലും ഉമ്മൻചാണ്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്. മാണി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, നാളെ എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് ആ കൊള്ളസംഘം അതേപോലെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് കൊള്ളസംഘത്തിൻ്റെ തലവനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ്. അതാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബുവിൻ്റെ രാജി കത്ത് കൊടുക്കാതെ വെച്ചിരുന്നതും ഇനി വേണമെങ്കിൽ മാണിക്കും വരാമെന്ന് തീരുമാനം UDF എടുത്തിരിക്കുന്നതും ഒക്കെ ഈ കൊള്ളസംഘത്തെ അങ്ങനെ നിലനിർത്തി വീണ്ടും എങ്ങനെയെങ്കിലും കൊള്ളയടിക്കാൻ കഴിയുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. യെസ്, ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ, ആ മുഖ്യമന്ത്രിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രമുഖരായ നേതാക്കൾക്ക് നേരെ PP ജെയിംസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഒരു തട്ടിപ്പുകാരിക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്നു? പേര് പറഞ്ഞ്, അടുപ്പം, കൃത്യമായ സമയം പറഞ്ഞ്, പണം എവിടെ കൊടുത്തു, എങ്ങനെ കൊടുത്തു, ആര് കൊടുത്തു, ആരുടെ സാന്നിധ്യത്തിൽ കൊടുത്തു,
KC ജോസഫ് അവിടെ ഉണ്ട് എന്ന് പറയുന്നു, ഉമ്മൻചാണ്ടി ഉണ്ട് എന്ന് പറയുന്നു. ഇതോടൊപ്പം ഈ പേരുകൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ ഒരു തട്ടിപ്പുകാരിക്ക് എങ്ങനെ സാധിക്കുന്നു ശ്രീ KP കുഞ്ഞിക്കണ്ണൻ? തട്ടിപ്പുകാരിയായതുകൊണ്ട് ഒരു തട്ടിപ്പുകാരിക്ക് രാജ്യത്ത് എന്ത് തട്ടിപ്പും പറയാം, ആരെയും ആക്ഷേപിക്കാം, ഏത് മുഖ്യമന്ത്രിയെയും അവമതിപ്പെടുത്താം, ഏത് നേതാക്കന്മാരെയും അപമാനിക്കാം. ഒരു സത്യസന്ധമായ മുഖമുള്ളവരും സത്യസന്ധമായ ജീവിതമുള്ളവരും കളവ് പറയുമ്പോഴും തട്ടിപ്പ് പറയുമ്പോഴും പലപ്പോഴും ആശങ്കപ്പെടും. ശ്രീ ജെയിംസ് പറഞ്ഞത് അടിസ്ഥാനപരമായ ഒരു സത്യം. അദ്ദേഹം ഒരു പക്ഷം പിടിച്ചു പറഞ്ഞതൊന്നുമല്ല, ഒരു നിഷ്പക്ഷമതി, ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വസ്തുത 100% ശരിയല്ലേ? ഒരു സമൂഹത്തിൽ വളരെ മോശമായ രീതിയിൽ അവർ തന്നെ ആവർത്തിച്ചു പറഞ്ഞതാ. അവരുടെ ജടിലമായ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ച്, അവരുമായിട്ടുള്ള ഇടപാടിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞതല്ലേ? അങ്ങനെയുള്ള ഒരു സ്ത്രീ, വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സ്ത്രീ മുഖ്യമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ രാജ്യത്ത് ആരെങ്കിലെക്കുറിച്ചോ എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാൽ എങ്ങനെ അത് മുഖവിലക്കെടുക്കുക? അതെങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കുക? നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ ജീവിക്കുന്നില്ലേ? അവരുടെ മുമ്പിലും ഇത്തരം വിഷയങ്ങൾ വരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, എന്തുകൊണ്ടിങ്ങനെ ഒരു ഈ ആക്ഷേപങ്ങളും പരാതികളും പറയാൻ കഴിയുന്നത് വിചാരിച്ചാൽ അവർ തട്ടിപ്പുകാരിയായതുകൊണ്ടാണ്. അല്ല, ഇത് സ്ഥാപിക്കാൻ കഴിയില്ല. പിന്നെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അധിപൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അടുക്ക പോവുക, ഒരു പേപ്പർ കൊടുക്കുക, അത് പരിശോധിക്കണമെന്ന് പറയുക, അത് സീലടിച്ച് വാങ്ങിക്കുക, അത് വലിയ രേഖയായിട്ട് രാജ്യത്ത് അവതരിപ്പിക്കുക. ഒരു ഭരണകൂടത്തിൻ്റെ അധിപൻ്റെ മുമ്പിൽ നിന്ന് ഒരു പേപ്പർ, ഒരു അപേക്ഷയ്ക്ക് ഒരു സീലെല്ലാം കുത്തി വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തെ വലിയ തട്ടിപ്പാവുക എന്നാണ് ഞങ്ങൾക്ക് ആശങ്ക. ഇങ്ങനെ അതല്ലല്ലേ പ്രധാനപ്പെട്ട രേഖകളായിട്ട് ഉദ്ധരിക്കുന്നത്. അവരെ കയ്യക്ഷരത്തിൽ എഴുതിയാൽ അവർ തന്നെ കൊണ്ടുപോകണമെന്നില്ലല്ലോ. ഈ ശ്രീ ഉമ്മൻചാണ്ടി ഒരു പക്ഷേ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇതുപോലെ ബഹുജനങ്ങളുമായി ആത്മബന്ധമുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇത്രയും ആഴത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി വേറെയില്ല എന്ന് ഇന്ത്യയിൽ എന്നല്ല പുറത്തു നിന്ന് പോലും അദ്ദേഹത്തിന് അതിൻ്റെ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അത്രയധികം ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിയുടെ അടുക്കിൽ നിന്നും ഒരു കടലാസിലെ സീല് വാങ്ങിച്ചു, ഇതാണ് യഥാർത്ഥ രേഖ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പിന്നതല്ലാതെ പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തുക? ആ തരത്തിൽ തന്നെയാണോ സുരേന്ദ്രൻപിള്ള വിലയിരുത്തപ്പെടുക? തട്ടിപ്പുകാരിയുടെ തട്ടിപ്പിന്റെ വാക്കുകൾ. എനിക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണനോടൊരു കാര്യം പറയാനുള്ളത്. കുഞ്ഞിക്കണ്ണൻ ജെയിംസ് അത്രയും പറഞ്ഞില്ല. കാരണം ജെയിംസ് ഒരു പത്രപ്രവർത്തകന്റെ റോളിലാണ്. ജെയിംസ്, ഞാൻ അത് തർക്കം പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, ഈ കഴിഞ്ഞ ആഴ്ച വരെ സരിത ഒരു തട്ടിപ്പുകാരിയാണ്, സരിതയ്ക്ക് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നു, ഗവൺമെൻറ്റാണ് സരിതയെ സംരക്ഷിക്കുന്നത്, ഈ കേസുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരും ഭരണകക്ഷിയുടെ മറ്റേ സർവ്വമന്ത്രിമാരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞത് സരിത പിതൃതുല്യനാണ്, മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറഞ്ഞു. ദാ കിടക്കുന്നത് പിതൃതുല്യനാണെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞു, സരിതയെ പോലൊരു നല്ല സ്ത്രീ, ഇത്രയും സത്യസന്ധമായി പെരുമാറുന്ന നല്ല ഒരു സ്ത്രീ ഇന്ന് കേരളത്തിലില്ല, ഇനി വേണമെങ്കിൽ ജനിച്ചു വരണം എന്ന് പാടി പൊഴുത്തിക്കൊണ്ട് നടന്ന ആളാണ് ഈ പറയുന്ന എല്ലാവരും, മുഖ്യമന്ത്രി മുതൽ താഴോട്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇപ്പം ഒരാഴ്ചക്കകം ഇത്രയും കാലം കാത്തിരുന്നില്ല. വാനിൽ മഴക്കാറുണ്ട് കൂടുമ്പോൾ വേഴാമ്പൽ നൃത്തം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. ഇന്നെങ്കിലും നാളെ എൻ്റെ പണം കിട്ടും എന്നും പറഞ്ഞാൽ സരിത കാത്തിരുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും അവസാനം എൻ്റെ നിരപരാധിത്വം, എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ എനിക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനകമായ അവസരം ഇപ്പോൾ ഈ സോളാർ കമ്മീഷൻ്റെ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പാണ്. എന്നെ അവിടെ സാക്ഷിയായിട്ട് വിളിച്ചിരിക്കുന്നു. എനിക്ക് വാഗ്ദാനം നൽകി, കോടികൾ വാഗ്ദാനം നൽകി, തന്നില്ല. ആ തന്നില്ല എന്ന് പറയാൻ സരിത എപ്പോ തുനിഞ്ഞു അപ്പം മുതൽ സരിത തട്ടിപ്പുകാരിയായി. അതല്ല കാര്യം. അല്ലെങ്കിൽ പറയട്ടെ, ഈ ഒരാഴ്ച മുമ്പ് വരെ സരിത തട്ടിപ്പുകാരി ആയിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴാ പറയുന്നത്. ആ പറയാൻ പറ്റിയ അവർക്കുണ്ടായ സാഹചര്യം ഇതാണ്. ഞാൻ പറയാം. താങ്കളിലേക്ക് വി ശിവൻകുട്ടി MLA ചേരുന്നു. ശ്രീ വി ശിവൻകുട്ടി MLA, താങ്കൾക്ക് കേൾക്കാമോ? നമ്മൾ ഒരു ഗതികേടാണ് പ്രബുദ്ധ കേരളത്തിന്റെ എന്നാണ് ഈ പാനലിസ്റ്റുകൾ
അല്പം മുമ്പ് സ്വകാര്യമായി പറയുന്നത്. കാരണം നാം ചർച്ച നടത്തുന്ന ഒരു TV ചാനലിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച നടത്തുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്ന പേരുകളിൽ ബാർക്കോഴ, സോളാർ തട്ടിപ്പ്, സരിത, അതോടൊപ്പം തന്നെ കോടികളുടെ അഴിമതി, കൈക്കൂലി, അവിടെ പേരുകളായി വരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി ആര്യാടൻ മുഹമ്മദ്, കെ ബാബു, ഈ പേരുകളൊക്കെയാണ്. ഇത്തരം ചർച്ചകളിലേക്ക് മാത്രം ചുരുങ്ങേണ്ടി വരുന്ന ആ ഗതികേടിനെ പഴിച്ചുകൊണ്ട് തന്നെ ആ ചർച്ചകളിലേക്ക് നമുക്ക് പോകാതിരിക്കാനും സാധ്യമല്ല. അതാണ് രാഷ്ട്രീയം. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. ആ കള്ളങ്ങളുടെ കൂട്ടുകള്ളമായി എങ്ങനെയാണ് താങ്കൾക്ക് നേരെ വരുന്ന ആരോപണത്തെ താങ്കൾ കാണുന്നത്? ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഒരു സംസ്ഥാന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്തതും വൃത്തികെട്ട അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മുഖ്യമന്ത്രി ഒരു സോളാർ തട്ടിപ്പ് പോലുള്ള ഒരു തട്ടിപ്പ് കേസിൽ ഒരു കമ്മീഷൻ മുമ്പാകെ ഹാജരായി 14 മണിക്കൂർ നേരം വിസ്താരവും ക്രോസ് വിസ്താരത്തിനും വിധേയന ആകുന്നത്. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രി കോടതിയുടെ കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനാണെന്ന് പ്രഥമദൃഷ്ട്യ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ രാജിക്കത്ത് കൊടുക്കുന്നു. ആ രാജിക്കത്ത് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ അപ്പോൾ തന്നെ ഗവർണർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പോക്കറ്റിൽ ഇട്ടോട് നടക്കുന്നു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണങ്ങൾ. ഞാൻ തന്നെ ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുത്തിരുന്നു. ഡൽഹിയിൽ വെച്ച് സരിതയെ കണ്ടില്ല എന്ന് നിയമസഭയിൽ അദ്ദേഹം കള്ളം പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ കൊടുത്ത പ്രിവിലേജ് നോട്ടീസ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പീക്കറുടെ നടപടി സ്വീകരിച്ചില്ല. ഇപ്പോ സരിതയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് 27-ാം തീയതി തന്നെയാണ് സരിതയെ കണ്ടു എന്ന് തെളിയുന്ന രൂപത്തിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര അതുപോലുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണം വരികയാണ്. ഇവിടെ പ്രതിപക്ഷത്തിലുള്ള ഒരു MLA-മാരെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട ഒരു നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരാരും ഒന്നും പറയുന്നില്ലല്ലോ. എന്റെ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി വിചാരിക്കുന്ന ഒരു പക്ഷേ ഇത് മാത്രമല്ല, കുറെ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള അഴിമതിയും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ എത്ര മാത്രമല്ല വന്നിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മന്ത്രി കെ ബാബു കോടികൾ വാങ്ങിയതിനുള്ളതിന് സംശയമൊന്നും ഇല്ലല്ലോ. സംശയമില്ലാത്ത രൂപത്തിലുള്ള തെളിവുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ആ തെളിവിൽ നിന്ന് ആ അഴിമതി കാണിച്ചതിൽ നിന്ന് സ്വയം അതിന്റെ ഒരു എന്താ പറയാ രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞൊരു പ്രതിരോധം നടത്തുന്നതിന് വേണ്ടിയാണ് എന്റെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ ആ തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഒരു വാർത്താ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയും കൂടി ഇതിൽ വലിച്ചഴയ്ക്കാൻ വേണ്ടി നോക്കി. അപ്പൊ അതും ഞങ്ങൾ അന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? മാന്യമായി കോഴ വാങ്ങി അത് ആരോപണവിധേയനായി കോടതി തന്നെ പറയുന്നു, കേസെടുക്കണമെന്ന് പറയുന്നു. ഇവിടെ ഒരു രീതി ഇപ്പൊ കേരളത്തിൽ വരികയാണ്. ഈ അഴിമതിക്കെതിരെ ശബ്ദമുയർന്ന മുഴുവൻ ജഡ്ജിമാരെ ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുകയാണ്. ഇവിടെ ടൈറ്റാനിയം കുംഭകോണ കേസിൽ വിധി പറഞ്ഞ ട്രിവാൻഡ്രം വിജിലൻസ് കോടതി ജഡ്ജി സ്ഥലം മാറി സ്വയം പോകുന്ന സാഹചര്യം വന്നു. തൃശ്ശൂർ വിജിലൻസ് ജഡ്ജി സ്വയമായി തന്നെ വിരമിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. അപ്പോ ഹൈക്കോടതി തന്നെ ചോദിച്ചു വിജിലൻസ് ഉണ്ടോ എന്ന് തന്നെ ചോദിച്ചു. ശ്രീ വി ശിവൻകുട്ടി MLA ദയവായി തുടരുക. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഒരു മറുപടിയും ഉണ്ടായിരിക്കും. അതിന്റെ മറുപടി താങ്കളിലേക്ക് വരേണ്ടതുണ്ട്. ദയവായി തുടരുക. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, ഇത്തരത്തിൽ ഗതികേടിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിലവിൽ ഈ സർക്കാരിനും അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? കാരണം നാം രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ വരുമ്പോൾ നമുക്ക് ആ ചർച്ചയിൽ വികസനമോ മറ്റൊന്നും പറയാൻ സാധിക്കുന്നില്ല. ആ ചർച്ചകൾ ഇത്തരം ചില കേന്ദ്രങ്ങൾക്ക് നേരെ വട്ടം കറങ്ങുകയാണ്. ചർച്ചകൾ ഗതികേടിലേക്ക് മാറുന്നതിന് ഞങ്ങളാരും ഉത്തരവാദിയല്ല. അത് ചർച്ച സ്വഭാവത്തിൻ്റെതാണ്.
ഇവിടെ ബഹുമാനപ്പെട്ട MLA ശിവൻകുട്ടി പറഞ്ഞു ഡൽഹിയിൽ നിന്ന് സരിതയെ കണ്ട കാര്യം മുഖ്യമന്ത്രി ഒളിച്ചു വെച്ചു, അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നു. ശിവൻകുട്ടി ഒരു ജനപ്രതിനിധിയല്ലേ? അദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര പേര് കാണും, എത്ര പേര് ഓർമ്മിച്ച് നിൽക്കാൻ കഴിയും എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ? അപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ ഒരു പക്ഷേ, ഞാനതൊരു വാദത്തിന് വേണ്ടി പറയുന്നതാണ്, അദ്ദേഹം പറയുന്നത് നിഷേധിക്കുന്നതല്ല, ഒരു പക്ഷേ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് കണ്ടുമുട്ടുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ അതുപോലെ ഓർമ്മിച്ചില്ല എന്ന് പറയുന്നതിന് വലിയ ഒരു കുറ്റാരോപണമായി കൊണ്ടുവരുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. അടിസ്ഥാനപരമായ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സരിതയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ പലർക്കും കൊടുത്തതായി പറയുന്നത്. സരിതയാണ് അവരുടെ സോളാർ കമ്പനിയുടെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടു എന്ന് ആരോപിക്കുന്നത്. സോളാർ കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലില്ല. ഈ കാലഘട്ടത്തിനകത്ത് സരിത സ്വന്തം പേരിലുണ്ടായിരുന്ന പ്രൈവറ്റ് കേസുകളിൽ ലക്ഷക്കണക്കിന് രൂപ സെറ്റിൽ ചെയ്തുകൊണ്ട് തീർത്തിരിക്കുകയാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഈ ചെറിയ കാലയളവിനുള്ളിൽ സരിത എവിടെ നിന്ന് സത്യസന്ധമാണെങ്കിൽ, തട്ടിപ്പിൻ്റെ ആളല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയട്ടെ, ഞാൻ കഴിഞ്ഞ കേസ് മുതൽ ഇതുവരെ തീർത്ത മുഴുവൻ കാശും എൻ്റെ ഇന്ന അക്കൗണ്ടിലാണ്. സോളാർ ഇല്ലല്ലോ, കമ്പനി ഇല്ലല്ലോ, കമ്പനി ഇവിടെ വരാനിടയില്ല. കുടുംബപരമായ അത്ര വലിയൊരു കഴിവുള്ള ആളാണ് എന്ന് അവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇനി ഏത് സോഴ്സാണെന്നതിനെക്കുറിച്ച് നമുക്ക് തർക്കവുമില്ല. പക്ഷേ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അധിപനെയും ഒരു വലിയ പ്രസ്ഥാനത്തെയും ഭരണ സംവിധാനത്തെയും വളരെ വികൃതമായ രീതിയിൽ ദിവസേന ആഞ്ഞടിക്കുന്ന ഈ സഹോദരിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാണ്, എങ്ങനെയാണ് സെറ്റിൽ ചെയ്ത കേസിൻ നമ്പർ ഞങ്ങൾ പറയാം. ഏതെല്ലാം പ്രൈവറ്റ് കേസുകൾ ഇപ്പോൾ അവർ തീർത്തിട്ടുണ്ട്, എത്ര ലക്ഷം രൂപ വീതമാണ്, കണക്കുകളുണ്ടല്ലോ. ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ, ശ്രീ വി ശിവൻകുട്ടി MLA, ഇത്തരത്തിലൊക്കെയാണ് വാദഗതികൾ വരുന്നത്, ന്യായീകരണങ്ങൾ വരുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. ശ്രീ വി ശിവൻകുട്ടി MLA. അതെ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഈ കേരളത്തിലാണോ ജീവിക്കുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയമുണ്ട്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെയാണ് ഏതാണ്ട് 100-100ഓളം വരുന്ന പത്രപ്രവർത്തകരും സാധാരണ പ്രവർത്തകരും പൗരന്മാരും രാഷ്ട്രീയ നേതാക്കളും സരിതയും അടക്കമുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. CPM വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ണടച്ചുകൊണ്ട് തള്ളിക്കളയുന്നതിന് വേണ്ടി കഴിയുമോ? സരിത തെളിവടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സരിതയെ അറിയാമോന്ന് നിയമസഭയിൽ ഞങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് നിയമസഭ രേഖ പരിശോധിച്ച് നോക്കി അറിയാം, എനിക്ക് അറിഞ്ഞേ കൂടാ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ ഒരു പടം സരിതയും ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചു ഇരിക്കുന്ന പടം വന്നതിന് ശേഷമാണ് അദ്ദേഹം സമ്മതിച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന അവസരം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് യാതൊരു ബന്ധവും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതെല്ലാം നിഷേധിക്കപ്പെട്ടു എന്നുള്ള തെളിവല്ലേ? എന്ന് മാത്രമല്ല, മാത്യു ടി തോമസ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച അവസരത്തിൽ ഡൽഹിയിൽ വെച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ വെച്ച് കാണാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഡൽഹിയിൽ വെച്ച് ഞാൻ സരിതയെ കണ്ടു എന്ന് എന്തുകൊണ്ട് പറയുന്നതിന് വേണ്ടി ആർജവം മുഖ്യമന്ത്രി കാണിച്ചില്ല. അപ്പൊ അതെല്ലാം അദ്ദേഹം ഒളിച്ചു വെക്കുന്ന ഒരു സമീപമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും എത്ര പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ തീരെ മണ്ടന്മാരാക്കുകയും ജനത്തിനെ വെല്ലുവിളിക്കരുത്. കോൺഗ്രസ് ജനത്തിനെ വെല്ലുവിളിച്ചാൽ ജനം തിരിച്ച് മറുപടി പറയുമെന്നുള്ളതിന് തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആൾക്കാർ നല്ലവണ്ണം ഓർമ്മിച്ചിരിക്കുന്നത് നന്നായിരിക്കും. യെസ്, വളരെ നന്ദി ശ്രീ വി ശിവൻകുട്ടി പ്രതികരിച്ചതിന്. അതുതന്നെയാണ്, ഏതു തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും അതിൻ്റെ രാഷ്ട്രീയപരമായ അവകാശം അത് വിനിയോഗിക്കപ്പെടുക ജനങ്ങൾ തന്നെയാണ്. അങ്ങനെ ജനങ്ങൾ അതിൻ്റെ അധികാരത്തിൻ്റെ അവസാന വാക്കാകുമ്പോഴാണ് KM മാണി അമിത്ഷാ കൂടിക്കാഴ്ച. KM മാണിയും അമിത്ഷായും കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതകൾ എന്താണ് കേരള രാഷ്ട്രീയം ഇത്തരം ചർച്ചകളിലേക്ക് വഴിമാറുമ്പോഴും UDF കേന്ദ്രങ്ങൾ അതിനെക്കുറിച്ച് മൗനം പുലർത്തുന്നത്? ബാറുമൊക്കെയായി രാഷ്ട്രീയ കേരളം അതിൻ്റെ വലിയൊരു വിശാലാർത്ഥത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ നീലലോഹിദാസ് നാടറിലേക്ക് ബാറും സരിതയും ഒക്കെ മറ്റൊരു വിഷയമായി നിൽക്കുമ്പോൾ തന്നെയാണ് ബാർക്കോഴയിലെ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞൊരു സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് മാറേണ്ടി വന്ന UDFന്റെ പ്രമുഖനുമായി BJPയുടെ ദേശീയ അധ്യക്ഷൻ ചർച്ച നടത്തുന്നത്. അപ്പോഴും ഈ ചർച്ചകൾ ഇങ്ങനെ തുടരുകയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നേരത്തെ കുഞ്ഞിക്കണ്ണൻ ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യത്തിനൂടെ മറുപടി പറഞ്ഞുകൊണ്ട് പറയാം.
എങ്ങനെ ഈ കേസുകളൊക്കെ ഒതുക്കി തീർക്കാൻ സരിതയ്ക്ക് പണം കിട്ടിയെന്നാണ് ചോദിച്ചത്. അത് അദ്ദേഹം തമ്പാനൂർ രവിയോടും ബെന്നി ബഹനോടും തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ അമിത്ഷാ മാണിയെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം 1990-കൾ തൊട്ട് ഞങ്ങൾ പറയാറുള്ളത് BJPയും കോൺഗ്രസും ഒരേ വർഗ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളാണ്. ആ ഒരേ വർഗവർണ്ണ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളെന്നുള്ള നിലയിൽ അവർ ചിലപ്പോൾ യോജിക്കും, ചിലപ്പോൾ രണ്ടായി നിൽക്കും, ചിലപ്പോൾ ചില ധാരണയുണ്ടാകും. മുമ്പല്ല വേപ്പൂരും വടകരയൊക്കെ ധാരണയുണ്ടായതുപോലെ അങ്ങനെയുള്ള ധാരണകൾക്കുള്ള ഒരു പാലമായി ചിലപ്പോൾ മാണി ഉപയോഗിക്കുന്നതാകാം. അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ ഇപ്പോൾ തൽക്കാലം മന്ത്രിസഭയൊന്നും ചേരാൻ ധൃതി കാണിക്കുന്നില്ല, അതിനുമുമ്പ് എനിക്ക് എന്തോ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് മാണി പറയുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏതാണ്ട് 1984 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലം തൊട്ടാണ് ചില നിയോജകമണ്ഡലങ്ങളിലും BJP കുറേ ശക്തമായി വന്നത്. ഈ തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി വന്നു. ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്ത് നിന്ന ആളുകൾ അവസാനം UDFന് വോട്ട് ചെയ്തു, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അവസാനം വരെ തലേദിവസം വരെ പ്രചാരണ രംഗത്ത് നിന്ന് ഇത് ഞാൻ നേരിട്ട് കണ്ട ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അഭിമുഖീകരിച്ച വസ്തുതയാണ്. ഇത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ BJPക്ക് ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ അവസാനം ആ വോട്ടർമാർ പിന്നെ UDFന് വോട്ട് ചെയ്യും. ഇങ്ങനെ പല ധാരണകളും വിശദമായി ചർച്ച ചെയ്യുന്നതിനും ഒരു ധാരണയിലെത്തുന്നതിനും വേണ്ടിയാണ് മാണി. ശ്രീ വി സുരേന്ദ്രപിള്ള അദ്ദേഹം പറയുന്ന അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം നാം ഈ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായി നിൽക്കുന്നു. അവിടേക്കും BJPയുടെ ഒരു ദേശീയ അധ്യക്ഷൻ തന്നെ ഒരു ചർച്ചയ്ക്ക് വരുന്നൊരു സാഹചര്യം. അതെ, ഇത് UDF അറിയാതെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അറിയാതെ BJPയുടെ അധ്യക്ഷൻ അമിത്ഷാ കോട്ടയത്ത് വന്ന് മാണിയുമായിട്ട് സംസാരിക്കാൻ ഒരിക്കലും വരുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഈ കേരളീയ സമൂഹത്തിൽ രാഷ്ട്രീയം അല്പമെങ്കിലും അറിയാവുന്ന ആളുകൾക്കെല്ലാം ബോധ്യമുണ്ട്. ഒന്നുകിൽ ഒരു ദേശീയ അധ്യക്ഷൻ വരേണ്ടത് ഉദ്ഘാടനത്തിന്, അല്ലെങ്കിൽ വരേണ്ട സമാപനത്തിന്. ഇതിൻ്റെ ഇടയിൽ കോട്ടയത്ത് വരിക എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് വന്നു, KM മാണി സാറുമായിട്ട് കണ്ടു, അവിടെ സംസാരിച്ചു, റബ്ബർ വിലയുടെ കാര്യം പറഞ്ഞു, മറ്റു കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി കാര്യങ്ങളൊന്നും പുറത്തു വരത്തില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനകത്ത് UDF BJP രഹസ്യ ബാന്ധവം നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ചർച്ച അവർ കളമൊരുക്കിയിരിക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആ ആദർശവും നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ? ചുരുക്കി അല്ല, അതിനകത്ത് പറയുന്നതിന് മുമ്പ് ഞാൻ കുഞ്ഞിക്കണ്ണോട് ചെറിയ കാര്യം സൂചിപ്പിച്ചോട്ടെ. ലളിതമാണത് കാര്യം. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരു വശത്തും സരിത മറ്റൊരു വശത്തും വന്ന് നിൽക്കുന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ. അതിനകത്ത് ഉമ്മൻചാണ്ടി അദ്ദേഹം പറഞ്ഞ ഡിപ്പോസിഷനിൽ 3 തവണയെങ്കിലും താൻ കണ്ടിരിക്കും മാക്സിമം എന്ന് പറയുകയുണ്ടായി. അത് മുമ്പ് പറഞ്ഞതിന് വ്യത്യസ്തമാണ്. അങ്ങനെ അദ്ദേഹം മൊഴി മാറ്റുന്നുണ്ട്, മുൻപ് പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട്. പിന്നീട് മറ്റൊരു കാര്യം, എത്ര തവണ കണ്ടു എന്ന് ചോദിക്കുമ്പം തമ്പാനൂർ രവി കൃത്യമായി സംശയമില്ല, അത് കുഞ്ഞിക്കണ്ണിന് സംശയമില്ലല്ലോ. തമ്പാനൂർ രവി പിന്നെ സരിതയെ വിളിച്ച അല്ലെങ്കിൽ സരിത ഇങ്ങോട്ട് വിളിച്ച് എങ്ങനെ ആയിക്കോട്ടെ, സംസാരിക്കുമ്പോൾ 3 തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ നിങ്ങളും പറയണം എന്ന് തമ്പാനൂർ രവി പറഞ്ഞ കാര്യം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത് കുഞ്ഞിക്കണ്ണനും കണ്ടതാണല്ലോ. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ അതിൻ്റെ ഒരു സ്വാഭാവികത അംഗീകരിക്കണം. പിന്നെ മറ്റൊരു കാര്യം വളരെ ലളിതമാണ്. ഈ ഉമ്മൻചാണ്ടിയുടെ തെറ്റായ മിസ്മാനേജ്മെൻറ്റ് കാരണം അങ്ങേയറ്റം ഹർട്ട് ചെയ്യപ്പെട്ട ആളാണ് KM മാണി. അതുകൊണ്ട് KM മാണി ആദ്യ അവസരത്തിൽ പ്രതികാരം വീട്ടും. ആ പ്രതികാരം തന്നെയാണ് അമിത്ഷായിട്ടുള്ള ബാന്ധവത്തിലേക്ക് മാണിക്ക് പോകേണ്ട ഗതികേട് സൃഷ്ടിച്ചത് ഉമ്മൻചാണ്ടി. CPP ജെയിംസ്. അല്ല, ഇതിലിപ്പോൾ 2 അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ സുരേന്ദ്രൻപിള്ള പറഞ്ഞു UDFുമായിട്ടുള്ളൊരു ബാന്ധവം ഉറപ്പിക്കാനാണെന്ന്. ഒരുപക്ഷേ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസ് അവരുടെ മന്ത്രിമാരെ ഇപ്പോൾ പ്രത്യേകിച്ച് K ബാബുവിനെ രാജി സ്വീകരിക്കാതെ നിലനിർത്തുകയും KM മാണിയുടെ രാജി പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്തതിൽ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ്സിൽ അതൃപ്തിയുണ്ട്, മുറിവുറുപ്പുണ്ട്. KM മാണി അസ്വസ്ഥനാണ്, അത് യാതൊരു സംശയമുള്ള കാര്യമല്ല. അതുകൊണ്ട് KM മാണിയെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് KM മാണിയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരണമെന്ന് UDF യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ KM മാണി തിരിച്ചു വരാൻ തയ്യാറല്ല. കാരണം തിരിച്ചു വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ കോടതിയിൽ എന്തൊരു പരാമർശം വരാം, ഇമേജിനെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് KM മാണി വരാൻ തയ്യാറല്ല. അമിത്ഷായെ കാണുന്നു എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിലിടുന്നൊരു പ്രഷർ കൂടിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് അറിയില്ല. പണം മാത്രമല്ല മറ്റ് തലങ്ങളിലുള്ള വിലപേശലായി അതിനെ കണക്കാക്കാം. എന്തായാലും കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം
വഷളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. Yes, ആ ഒരു നിലപാട് കറക്റ്റാണ്. ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ, ഈ അവസ്ഥയൊക്കെ വരുമ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ നിൽക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റും നാം കണക്കാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്ക് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം അടക്കം സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഈ ചങ്ങാത്തങ്ങളെ, തുടരുന്ന ചങ്ങാത്തങ്ങളെ അല്ലെങ്കിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ചങ്ങാത്തങ്ങളെ, പുതിയ ചർച്ചകളെ ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ? ഞങ്ങൾക്ക് പ്രതികരിക്കാൻ തക്ക വിധമുള്ള യാതൊരു ആശങ്കയും അതിനകത്തില്ല. കെ എം മാണി സാറിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ പരിണതപ്രജ്ഞനായ ഒരു നേതാവ്, ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ആശങ്ക എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് കെ കരുണാകരൻ 94-95 കാലഘട്ടത്തിൽ കെ കരുണാകരൻ 94-95 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഭയങ്കരമായ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇന്നും ആ വിഷ്വൽസ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് തിങ്ങി നിറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ 9:30 മണിക്ക് ഗവർണറെ കണ്ട് രാജി പ്രഖ്യാപിക്കുമെന്ന് കെ കരുണാകരൻ പറയുമ്പോൾ ആന്റണിയും വി എം സുധീരനും TV കാണുന്ന ചിത്രം വളരെ ഫേമസ് ആണ്. അപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഇന്ന് ഇതൊക്കെ ഉയരുമ്പോഴും ആശങ്കയില്ലാത്തൊരു നേതൃത്വം ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ. അല്ല, ഞാൻ ആശങ്കയില്ല എന്ന് ഞാൻ പറഞ്ഞത് കെ എം മാണി സാറിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു വളരെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് തൽക്കാലം എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പാർട്ടിയുമായി സന്ധി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായ ചർച്ചയുടെ ഭാഗമായിട്ടല്ല. ആദേശമായി കണ്ടുമുട്ടിയാൽ സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നത് പോലുള്ള ഒരു സംസാരം നടത്തും, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതും കോൺഗ്രസിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ല. അങ്ങനെ ഒരു പരാമർശം വന്നപ്പോൾ നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന രീതിയിൽ ധാർമ്മികതയുടെ പേരിൽ ഞാൻ ഈ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇത് കോൺഗ്രസുമായിട്ടൊരു യുദ്ധത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ബാബുവിനെ കുറിച്ചുള്ള പരാമർശം, അത് വിജിലൻസ് കോടതി നടത്തിയ പരാമർശത്തിൻ്റെ ദൗർബല്യം നിയമപരമായി പോലും പാണ്ഡിത്യമില്ലാത്തവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതൊരു ധാർമ്മികതയുടെ പേരിൽ അങ്ങ് എഴുതി ചാടേണ്ട വിഷയമല്ല എന്നുള്ളത് ഒരു പക്ഷേ അല്പം ആലോചിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം സാധാരണ ഒരു കീഴ്ക്കോടതിയെക്കുറിച്ച് അത്രയും പരാമർശിക്കാൻ പാടില്ല എന്ന് തോന്നിക്കത്തക്ക വിധം അത്രയും ഗൗരവമായി അദ്ദേഹം അത് ചെയ്തില്ലേ ജഡ്ജി? അത്തരം ഗൗരവപരമായ സംഭവങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ ഇടപെടുകയാണ്. സമയപരിമിതിയാണ്, വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് ചർച്ച. ഈ രാഷ്ട്രീയ സദാചാരം അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സോളാറും ബാറും ഒക്കെയുള്ള അഴിമതികൾ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിന് അപ്പുറത്തേക്ക് സദാചാര സംഹിതകൾ കൂന്നിയുള്ളൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എല്ലാ മാധ്യമങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രം. സാധിക്കും എന്ന് എല്ലാവർക്കും ഒപ്പം പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.